Hello students, so welcome to another revision session. നമ്മൾ ഇന്ന് ചാപ്റ്റർ 4 ഡിറ്റർമിനൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ അറിയാലോ, റിവിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ചാപ്റ്ററിലെ കോൺസെപ്റ്റും എക്സസൈസും ഒക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമിന് മുമ്പുള്ളൊരു വൺ ഷോട്ട് റിവിഷനായിട്ടാണ് ഈ വീഡിയോ കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്കെയിലാർ വാല്യൂ ആണ്. സ്കെയിലാർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് ദ എൻട്രീസ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഒരു സ്കെയിലാർ വാല്യൂ കിട്ടുന്നതിനെ അതിനെ നമുക്ക് എന്ത് പറയാം? ഡിറ്റർമിനൻ്റ് എന്ന് പറയാം, അല്ലേ? അപ്പോൾ ഡിറ്റർമിനൻ്റ് നമ്മൾ സാധാരണ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എടുക്കുന്ന സമയത്തും എന്താണ്? ഡിറ്റർമിനൻസ് ആണ് എടുക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ വെച്ചിട്ട് നമുക്ക് സൊല്യൂഷന് യുണീക്ക് സൊല്യൂഷൻ ആണോ അല്ലെങ്കിൽ നോ സൊല്യൂഷൻ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സ്കെയിലാർ വാല്യൂവിനെയാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. ഓർക്കുക, ഇത് സ്ക്വയർ മെട്രിക്സിലാണ് എടുക്കുന്നത്. ഡിറ്റർമിനൻ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഡിറ്റർമിനൻ്റ് രണ്ട് മോഡുലസിൻ്റെ പോലെ രണ്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഡിറ്റർമിനൻ്റ് എന്നുണ്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം, ഒരു ഡെൽറ്റ ഫോമിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് ഒരു ഡിറ്റർമിനൻ്റ് വാല്യൂ? ഇപ്പോൾ ഒരു 1/1 മെട്രിക്സ് എന്താ? സ്ക്വയർ മെട്രിക്സ് തന്നെയാണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് തന്നെയായിരിക്കും. ഇനി ഓർഡർ 2 ആണെങ്കിലോ, ഇവിടെ നമുക്ക് 4 എലമെൻറ്റ്സ് ഉണ്ട്. ഓർഡർ 2 ഉള്ളൊരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? എ ഡി മൈനസ് ബി സി. ഓക്കെ, എ ഡി മൈനസ് ബി സി. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ 3 ഓർഡർ മെട്രിക്സ് വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇവാലുവേറ്റ് മെട്രിക്സ്, ഇവാലുവേറ്റ് ഡിറ്റർമിനൻ്റ് ആണ് 2 4 -1 2. ഓക്കെ, എന്തായിരിക്കും വാല്യൂ വരുന്നത്? 2 × 2 4 മൈനസ് 4 × -1 -4. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ മൈനസ് ഒക്കെ വരുമ്പോൾ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് തന്നെ സോൾവ് ചെയ്യുക. 4 + 4 എന്ത് വരും? ഡിറ്റർമിനൻ്റ് വാല്യൂ 8 എന്ന് വരും. ഓക്കെ, ഇനി ഓർഡർ 3/3 ആണെങ്കിലോ, ഓർഡർ 3/3 ആണെങ്കിൽ ആ ഒരു പൊസിഷൻ വെച്ചിട്ട് നിങ്ങൾ എഴുതുക എലമെൻറ്റ്സ് A11 A12 A13. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റർമിനൻ്റ് കാണാൻ വേണ്ടിയിട്ട് ഏത് റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിൽ കൂടെ ആയിരിക്കും നമ്മൾ എക്സ്പാൻഷൻ എടുക്കുന്നത്. അപ്പോൾ ജനറലി നമ്മൾ എക്സ്പാൻഷൻ ത്രൂ റോ 1 ആണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ സ്കൂളിലോ അല്ലെങ്കിൽ തന്നെ പഠിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു എക്സ്പാൻഷൻ ആണ് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ റോ 1ൽ ഓർക്കേണ്ട എന്താ? പ്ലസ് മൈനസ് പ്ലസ്. ഇവിടെ എങ്ങനെ? റോ 2ൽ വരുമ്പോൾ മൈനസ് പ്ലസ് മൈനസ്. ഇനി റോ 3യിലൂടെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിലോ പ്ലസ് മൈനസ് പ്ലസ്. എങ്ങനെയാണ് ഈ പ്ലസ് മൈനസ് പ്ലസ് വരുന്നത്? -1 ദ ഹോൾ റേസ് ടു, ഇവിടെ എന്താണോ 1 1, ഇവിടെ എന്താണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സം ആണ്. അപ്പോൾ 1 1 ആകുമ്പോൾ സം എന്താണ്? 2. ഈവൻ ആണ്. -1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 വരും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പോസിറ്റീവ് സൈൻ നമ്മളിവിടെ എടുക്കുന്നത്. ഇനി അടുത്തത് -1 A12ൻ്റെ എടുക്കുമ്പോൾ എന്തായിരിക്കും? -1 ദ ഹോൾ റേസ് ടു 3 വരും. -1 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ റോ 1ൻ്റെ പ്ലസ് മൈനസ് പ്ലസ്. ബാക്കി എല്ലാ പൊസിഷൻസും നിങ്ങൾക്ക് അതേപോലെ തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ റോ 1 എക്സ്പാൻഷൻ ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ റോ 1ൽ കൂടെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ റോ 1ലെ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു ആ റോയും കോളവും എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ്, അതായത് A22 A23 A32 A33. ഓക്കെ, അപ്പോൾ 2/2ൻ്റെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ആ ഒരു വാല്യൂ കിട്ടും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ ഒരു മൈനസ് മാറിപ്പോരുത്, അല്ലെങ്കിൽ ഇടാൻ മറന്നു പോരുത്. പ്ലസ് മൈനസ് പ്ലസ് ആണെന്ന് ഓർക്കുക. A12 എടുക്കുമ്പോൾ എന്താണ്? ആ റോയും കോളവും നമ്മൾ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്നത് A21 A23 A31 A33. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്നത് എന്താ? പ്ലസ് ആണ്, അല്ലേ? പ്ലസ് A13 ആണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു റോയും കോളവും നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്നത് A21 A22 A31 A32. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? അപ്പോൾ പ്രോപ്പർട്ടീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് വൺ, ഇഫ് A ആൻഡ് B ആർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ. എന്താ ഓർഡർ? എന്ത്? സ്ക്വയർ മെട്രിക്സ് ആകുമ്പം സെയിം നമ്പർ ഓഫ് റോസും കോളമാണ്, അല്ലേ? M = n ആണ്. എയുടെയും ബിയുടെയും ഓർഡർ സെയിം ആണ്. A = K × B. എന്താണ് ഈ K? K എന്ന് പറയുന്നത്
കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് എ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? കെ റേസ് ടു എൻ ഡിറ്റർമിനൻ്റ് ബി. ഓക്കെ, ഇവിടെ n എന്താ? ഓർഡർ ഓഫ് മെട്രിക്സ് ആയിരിക്കും, ഓർഡർ ഓഫ് ദ മെട്രിക്സ്. അപ്പോൾ ഇത് നമുക്ക് മെട്രിക്സ് എ എന്ന് പറയുന്ന കെ ഇൻറ്റു മെട്രിക്സ് ബി ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. കെ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ആയിട്ടൊരു വാല്യൂ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഡിറ്റർമിനൻ്റ് ബി വാല്യൂ തന്നിട്ടുണ്ടാകും. ഡിറ്റർമിനൻ്റ് എ ചോദിച്ചാൽ ഈ ഒരു പ്രോപ്പർട്ടി വെച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. കെ റേസ് ടു എൻ, അതായത് ഇവിടെ ഇപ്പം എയുടെ ഓർഡർ 2/2 ആണെങ്കിൽ കെ റേസ് ടു 2 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. എ തന്നിട്ടുണ്ട് 2, 6, 10, 14. ബി എന്താണ്? 1, 3, 5, 7. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താ? ഇതിൽ നിന്നെല്ലാം 2 കോമൺ എടുത്താൽ 2 ഇൻറ്റു 1, 3, 5, 7 സെയിം മെട്രിക്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. എ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു മെട്രിക്സ് ബി അല്ലേ? ഇവിടെ കെ എന്താണ്? 2 ആണ്. അപ്പം കെ റേസ് ടു എൻ ഓർഡർ 2/2 ആയതുകൊണ്ട് 2 റേസ് ടു 2 ഇൻറ്റു ഡിറ്റർമിനൻ്റ് എന്താ? 1 ഇൻറ്റു 7 മൈനസ് 3 ഇൻറ്റു 5. സോ 4 ഇൻറ്റു -8 -32 എന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി വെച്ചിട്ട് ആൻസർ ചെയ്ത്. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ് 4.2 ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ്. ഇഫ് റോസ് ആൻഡ് കോളംസ് ആർ ഇന്റർചേഞ്ച് ദ വാല്യൂ ഓഫ് ഡിറ്റർമിനൻ്റ് ഇസ് സെയിം. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് വാല്യൂ ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്യാതെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്ന ഒരു മെട്രിക്സ്, അതിലെ റോസും കോളവും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്താൽ ഡിറ്റർമിനൻ്റ് വാല്യൂ എങ്ങനെ ആയിരിക്കും? ഡിറ്റർമിനൻ്റ് വാല്യൂ സെയിം തന്നെ ആയിരിക്കും. ഇവിടെ നോക്കിയേ, A1 A2 A3, B1 B2 B3, C1 C2 C3. അടുത്ത ഇതിൽ ഡെൽറ്റ 2 എന്ന് പറയുന്നത് എന്താണ്? റോസ്, ഇവിടെ വന്ന റോസിനെ എല്ലാം നമ്മളിവിടെ കോളമായിട്ട് എഴുതി. A1 A2 A3, B1 B2 B3, C1 C2 C3. അപ്പോൾ റോസും കോളവും ഇൻ്റർചേഞ്ച് ചെയ്താലും ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂവിന് വ്യത്യാസമൊന്നും വരില്ല. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് എനി 2 റോസ് ഓർ കോളംസ് ഓഫ് എ ഡിറ്റർമിനൻ്റ് ഇസ് ഇൻ്റർചേഞ്ച്ഡ്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നേരത്തെ റോയെ നമ്മൾ കോളമായിട്ട് എഴുതുന്നു, അല്ലെങ്കിൽ കോളത്തിനെ നമ്മൾ റോ ആയിട്ട് എഴുതുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇൻ്റർചേഞ്ച് ചെയ്യാണ്. അതായത് A1 A2 A3, B1 B2 B3, C1 C2 C3 ഡെൽറ്റ 1. ഡെൽറ്റ 2വിൽ അതെങ്ങനെ വന്നു? ഫസ്റ്റ് റോയും തേർഡ് റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് ആയി അല്ലേ? ഇവിടുത്തെ ഫസ്റ്റ് റോയും ഇവിടുത്തെ തേർഡ് റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് ആയിട്ട് വന്നു. ഓക്കെ, അങ്ങനെ വരുമ്പം എന്തു പറ്റും? ഡിറ്റർമിനൻ്റ് വാല്യൂവിന് നെഗറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത്. ഡെൽറ്റ 1 ഈക്വൽ ടു മൈനസ് ഡെൽറ്റ 2 ആയിരിക്കും. ഓക്കെ, എന്താണോ ഒറിജിനൽ ഡിറ്റർമിനൻ്റ് വാല്യൂ അതിൻ്റെ കൂടെ ഒരു മൈനസ് കൂടെ കൊടുത്താൽ രണ്ടാമത് ഇൻ്റർചേഞ്ച് ചെയ്ത് വന്ന ആ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കിട്ടും. ജസ്റ്റ് ഒരു മൈനസ് സൈൻ വരും. ഓക്കെ, ദെൻ ഇഫ് എനി 2 റോസ് ഓർ കോളംസ് ഓഫ് എ ഡിറ്റർമിനൻ്റ് ആർ ഐഡൻറ്റിക്കൽ. ഇത് ഒരുപാട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. A1 B1 C1, A2 B2 C2, A1 B1 C1. കണ്ടോ, സെയിം റോസ് തന്നെയാണ് വരുന്നത് അല്ലേ? രണ്ട് റോയിലെ എലമെൻ്റുമായിട്ട് വന്നാൽ ഡിറ്റർമിനൻ്റ് എന്താണ്? 0 ആണ്. ഇതുപോലെ തന്നെ കോളമിലും വരാം. ഇപ്പോൾ കോളമാണ് സെയിം ആയിട്ട് രണ്ടെണ്ണം വന്നെങ്കിൽ അന്നേരവും നമുക്ക് എന്ത് എഴുതാം? ഈസി ആയിട്ട് ഡെൽറ്റ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി നിങ്ങളുടെ എക്സാമ്പിൾ നമ്പർ 9 ആണ്. ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ റോ ഓർ കോളം ഇസ് മൾട്ടിപ്ലൈഡ് ബൈ പ്രോപ്പർട്ടി പറഞ്ഞിട്ട് അത് പറയാം. ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ റോ ഓർ കോളം ഇസ് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റൻറ്റ് കെ, ദെൻ ആ റിസൾട്ടൻറ്റ് ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? കെ ഇൻറ്റു ഡെൽറ്റ വാല്യൂ ആയിരിക്കും. അതായത് ഫസ്റ്റ് നമുക്ക് ഈ പ്രോപ്പർട്ടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എക്സാമ്പിൾ നമ്പർ 9 വെച്ചിട്ട്. ഡെൽറ്റ 1 തന്നിട്ടുണ്ട്, 102, 18, 36. അടുത്ത റോയെ 1, 3, 4, 17, 3, 6. അപ്പോൾ ഡെൽറ്റ 2 നമുക്കറിയാം, ഇതിൽ നിന്ന് 6 എന്നുള്ള വാല്യൂ കോമൺ എടുക്കാം അല്ലേ? അപ്പോൾ കെ ഇൻറ്റു ഡിറ്റർമിനൻ്റ് എന്ന് എഴുതുമ്പം 6 ഇൻറ്റു 17 ആണ് 102. അപ്പോൾ 6 കോമൺ എടുത്താൽ പിന്നെ വരുന്നത് 17. 18 6 എടുത്താൽ എന്താ? 3 വരും. 36 6 എടുത്താൽ 6 വരും. അപ്പോൾ ഇതാണ് ഈ ഫോർത്ത് പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഫോർത്ത് പ്രോപ്പർട്ടി വെച്ചിട്ട് കെ ഇൻറ്റു ഡെൽറ്റ 1 എന്നുള്ള ഫോമിൽ കിട്ടി അല്ലേ? ഇനി ഈ ഡെൽറ്റ 1 വാല്യൂ വെച്ച് ഈ 6 മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഡെൽറ്റ 2 വാല്യൂ കിട്ടാനായിട്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഈ
ഈ ഡെൽറ്റ 2-ൽ 2 റോസ് സെയിം ആയിട്ട് വരുന്നുണ്ട്. വിച്ച് മീൻസ് പ്രോപ്പർട്ടി 3 അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, ഈസിലി ഈ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആണ്. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എന്താ, 6 ഇൻറ്റു 0 0 എന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ, യൂസിങ് പ്രോപ്പർട്ടി 3 ആൻഡ് 4 എന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രോപ്പർട്ടി നമ്പർ 5 ആണ്. ഇഫ് സം or all elements of a row or column of a determinant are expressed as sum of two or more terms, then the determinant can be expressed as sum of two or more determinants. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും എന്നോർക്കുക. അതായത് എക്സാമ്പിൾ നമ്പർ 10 വെച്ച് നമുക്ക് നോക്കാം. ഷോ ദാറ്റ് ദിസ് ഡിറ്റർമിനൻറ്റ് 0. അപ്പോൾ ഇവിടെ എന്താ, ഈ തന്നിരിക്കുന്ന ഡിറ്റർമിനൻറ്റിലെ സെക്കൻഡ് റോ a പ്ലസ് 2x b പ്ലസ് 2y c പ്ലസ് 2z ഇതിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു എന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും, ബാക്കി 2 റോസും അതേപോലെ തന്നെ എ ബി സി, ഇതിലെ ഫസ്റ്റ് ടേം എന്താ എ ബി സി, അത് തന്നെ എ ബി സി എന്ന് എഴുതി, ലാസ്റ്റ് എക്സ് വൈ സെഡ്. ഇനി അടുത്തത് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെയും പ്ലസ് തന്നെ വരും. എ ബി സി 2x 2y 2z എക്സ് വൈ സെഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ പറഞ്ഞു, പ്രോപ്പർട്ടി നമ്പർ 3-ൽ റോസും കോളവും സെയിം ആയിട്ട് വന്നാൽ ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയിരിക്കും. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ഓൾറെഡി ഡയറക്റ്റ് ആയിട്ട് 0 എന്ന് എഴുതാം. ഇവിടെ എന്താ എ ബി സി ഫസ്റ്റ് R1 R2 സെയിം ആണ് അല്ലേ. ഇവിടെ നോക്കുമ്പോൾ ഒരു 2x 2y 2z ഉണ്ട്. അപ്പോൾ റോ 2-ൽ നിന്ന് 2 കോമൺ എടുത്താൽ റോ 2 എന്ത് വരും, എക്സ് വൈ സെഡ്. റോ 3യും എക്സ് വൈ സെഡ് ആകുമ്പം ഈ ഡിറ്റർമിനൻറ്റും എന്തായിരിക്കും, 0 ആയിരിക്കും. സോ വിച്ച് മീൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, യൂസിങ് പ്രോപ്പർട്ടി 3 4 5. ഓക്കെ, നെക്സ്റ്റ് റോസ് ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് അതർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോവരുത്. 2 റോസ് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യോ അല്ലെങ്കിൽ കോളം തമ്മിൽ നമുക്ക് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യാം. ഓക്കെ, R1-നെ നമുക്ക് R1 പ്ലസ് R2 2 റോസ് ആഡ് ചെയ്ത് പുതിയ ഇതിലേക്ക് എഴുതാൻ പറ്റും. R1 എന്ന് ഉള്ളത് R1 മൈനസ് R2, അതായത് റോസ് കോളം തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാം സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. പക്ഷേ റോസ് തമ്മിൽ മൾട്ടിപ്ലൈയോ ഡിവൈഡോ ചെയ്യാൻ പറ്റില്ല. എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, റോസ് അല്ലെങ്കിൽ കോളത്തിനെ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈയോ ഡിവൈഡോ ചെയ്യാം. റോസ് തമ്മിൽ, അതായത് ഇപ്പം നമുക്ക് R1-നെ R1 ഡിവൈഡഡ് ബൈ R2 എന്ന് എഴുതാൻ പറ്റില്ല, ഇത് റോങ് ആണ്. അതുപോലെ R1 ഇസ് R1 ഇൻറ്റു R2. റോസ് തമ്മിൽ എടുക്കുന്ന ഓപ്പറേഷനിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരില്ല, അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ വരുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, നമ്പേഴ്സ് കൊണ്ട് മാത്രമാണ്. റോസ് അല്ലെങ്കിൽ കോളത്തിനെ നമുക്ക് ഒരു 2 ഇൻറ്റു ഒരു കോൺസ്റ്റൻറ്റ് 2R1, R1 ബിക്കംസ് 2R1, R1 ബിക്കംസ് R1 ബൈ 2 ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ കോളത്തിനെ നമുക്ക് അങ്ങനെ എഴുതാം. പക്ഷേ അത് നമ്മൾ വിത്ത് റോസ് ചെയ്യുമ്പം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചെയ്യില്ല എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ട്രയാങ്കിളിൽ നിങ്ങൾക്ക് വേർട്ടിസസ് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ട്രയാങ്കിളിൻ്റെ വേർട്ടിസസ് തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ കാണാൻ എങ്ങനെ ഡിറ്റർമിനൻ്റ് അപ്ലൈ ചെയ്യാം. ഏരിയ എന്ന് പറയുന്നത് എന്താ, ഹാഫ് ഇൻറ്റു x1 y1 x2 y2 x3 y3 താഴോട്ടാണ് എഴുതുന്നതെന്ന് ഓർക്കുക. പിന്നെ ആ തേർഡ് കോളം നമ്മൾ ഫില്ല് ചെയ്യുന്നത് എന്തായിരിക്കും, 1 1 1. ഓക്കെ, എന്നിട്ട് ഏതെങ്കിലും ഒരു റോ ഓർ കോളം ത്രൂ എക്സ്പാൻഡ് ചെയ്ത് ഡിറ്റർമിനൻറ്റ് വാല്യൂ കിട്ടിയാൽ അതിൻ്റെ ഹാഫ് എടുത്താൽ എന്തായിരിക്കും, അത്രയും സ്ക്വയർ യൂണിറ്റ്സ് ആയിരിക്കും ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏരിയ ഒക്കെ എഴുതുമ്പോൾ യൂണിറ്റ് എഴുതാൻ മറക്കരുത്, സ്ക്വയർ യൂണിറ്റ്സ് എന്ന് തന്നെ മെൻഷൻ ചെയ്ത് പോവാം. ഓക്കെ, നൗ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ജോയിനിങ് A13 B00 യൂസിങ് ഡിറ്റർമിനൻറ്റ്സ് ആൻഡ് ഫൈൻഡ് K if DK0 is a point such that area of triangle ABD is 3 square units. എക്സാമ്പിളിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഇക്വേഷൻ ഓഫ് ലൈൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന എന്താ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നുള്ളത് അറിയാം, ഇക്വേഷൻ ഓഫ് ലൈൻ അതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ABC ട്രയാങ്കിളിൽ നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് എന്താണ്, ലെറ്റ് P be a point, PXY be a point on AB എന്നുള്ള ലൈനിലുള്ളൊരു പോയിൻ്റാണ് P എന്നെടുക്കുക. ഓക്കെ, എന്നിട്ട് ABP, ഏരിയ ഓഫ് ABP എന്തായിരിക്കും,
എ ബി എന്നുള്ളൊരു ലൈനിലുള്ള പോയിൻ്റാണ് പി എങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ വരുമോ? ഇല്ല, അവിടെ ലൈനാണ് ഫോം ചെയ്തത്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. അത് വെച്ചിട്ട് എങ്ങനെ എഴുതാം? ഏരിയ ഫോമിൽ എഴുതിയാൽ 1/2 ഇൻറ്റു എ ബി പി. എ എന്താ? 1 3, ബി 0 0, പിന്നെ പി വരുന്ന എന്താണ്? എക്സ് വൈ. ഇനി ഇവിടെ എല്ലാം എന്ത് കൊടുക്കും? 1 1 1 എന്ന് കൊടുക്കും. ഓക്കെ, ഇനി ത്രൂ എക്സ്പാൻഡ് ചെയ്താൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഇവിടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് റോ 2ൽ എക്സ്പാൻഡ് ചെയ്യാം. കാരണം ഇവിടെ ഫസ്റ്റ് 2 എലമെൻറ്റ്സ് 0 ആണ് അല്ലേ. അപ്പോൾ ആ തേർഡ് എലമെൻറ്റ് വെച്ച് മാത്രം നമുക്ക് എഴുതിയാൽ മതി. തേർഡ് എലമെൻറ്റ് ഇവിടെ എന്തായിരിക്കും? മൈനസ് പ്ലസ് മൈനസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏത് റോയിലാണ് സീറോസ് കൂടുതൽ അല്ലെങ്കിൽ ഏത് കോളത്തിലാണ് സീറോസ് കൂടുതൽ, അത് വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. വേണ്ട, നിങ്ങൾക്ക് ഇനി എക്സ്പാൻഷൻ ത്രൂ റോ 1 തന്നെയാണ് കോൺഫിഡൻ്റ് എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ മൈനസ് പ്ലസ് മൈനസ് ആണ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ഇൻറ്റു എന്താ വരുന്നത്? ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്താൽ y - 3x എന്നാണ് വരുന്നത് അല്ലേ. y - 3x ഇസ് ഈക്വൽ ടു 0 അല്ലേ. ഇവിടെ ഈ 2 നമ്മൾ എന്താ ചെയ്യുന്നത്? 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0 എന്ന് വന്നു. -y + 3x ഈക്വൽ ടു 0 എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതാനല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിനെ എങ്ങനെ എഴുതാം? y ഇസ് ഈക്വൽ ടു 3x എന്ന് എഴുതാം. ക്ലിയർ ആണോ? y ഇസ് ഈക്വൽ ടു 3x എന്നുള്ളതായിരിക്കും ഇക്വേഷൻ ഓഫ് ദ ലൈൻ വരുന്നത്. വീണ്ടും എടുത്തെഴുതാൻ ശ്രദ്ധിക്കുക. ഇക്വേഷൻ ഓഫ് ലൈൻ ഇസ് y ഇസ് ഈക്വൽ ടു 3x. എപ്പോഴും ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്താണ് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത്, എന്തെങ്കിലും യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് ഒരിക്കൽ കൂടെ ഫൈനൽ ആൻസർ എടുത്തെഴുതുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനിൽ കെ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് വെർട്ടെക്സ് ആയിട്ടാണ് ഡി എ പറഞ്ഞിരിക്കുന്നത്. ഡി കെ 0 എന്ന് തന്നിട്ടുണ്ട്. ഇനി എ എന്താണ്? എ 1, 3, ബി എന്താണ്? 0 0 എന്നും തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്, കെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ജസ്റ്റ് ഇക്വേറ്റ് ചെയ്താൽ പോരെ. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 1 3 0 0 കെ 0. ലാസ്റ്റ് കോളം എന്ത് ചെയ്യും? 1 വെച്ച് ഫില്ല് ചെയ്യുന്നു അല്ലേ. ഇവിടെ ഇക്വേറ്റ് ചെയ്യുന്നത് 3 ആയിട്ടാണ്. കാരണം ഏരിയ പോസിറ്റീവാണ്, 3 എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ദോ ഏരിയ ഈസ് പോസിറ്റീവ്, നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നതുകൊണ്ട് ഏരിയ പോസിറ്റീവ് ആണെങ്കിലും നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്യുന്നത് +or-3 വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു സെക്കൻഡ് റോ വെച്ച് തന്നെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. കാരണം അതിലാണ് കൂടുതൽ 0. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് കോളം വെച്ചിട്ട് വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? മൈനസ് ആണ്. ഹാഫ് ഇൻറ്റു -1 ഇൻറ്റു പിന്നെന്താ വരുന്നത്? 0 - 3k എന്നാണ് വരുന്നത് അല്ലേ. 0 - 3k ഇസ് ഈക്വൽ ടു +or-3. ഓക്കെ, അപ്പോൾ ഇവിടെ 3k ഇസ് ഈക്വൽ ടു +3k/2 ഇസ് ഈക്വൽ ടു +or-3 എന്ന് വരും. k ഇസ് ഈക്വൽ ടു +or-2. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം രണ്ട് പാർട്ടും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് എക്സസൈസ് 4.4ൽ മൈനർ കോഫാക്ടറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മൈനർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് മെട്രിക്സ് റിമൂവിങ് ദ റോ ആൻഡ് കോളം ഓഫ് ദ എലമെൻറ്റ്. ഓക്കെ, അപ്പം നമ്മളോടിപ്പം ഈ ഒരു ഡിറ്റർമിനൻറ്റിൽ 1ൻ്റെ മൈനർ എന്താണ് എന്ന് ചോദിച്ചാൽ 1 വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്തിട്ട് 5ൻ്റെയും 6ൻ്റെയും ഡിറ്റർമിനൻ്റ് എടുക്കും. അതായത് 5 × 9 - 6 × 8 എന്ത് വരും? 45 - 48 -3 എന്ന് വരും. ഓക്കെ, ഇനി എന്താണ് ഈ മൈനർ കോഫാക്ടർ ഡിഫറൻസ്? മൈനറിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഡിറ്റർമിനൻ്റ് വാല്യൂ മാത്രം എടുക്കുന്നു. കോഫാക്ടർ വരുമ്പോൾ എന്താണ്? ആ പൊസിഷനിൽ വരുന്ന വാല്യൂ, അതായത് ആ പൊസിഷനിൽ വരുന്ന ഐജയുടെ ഐജെ വാല്യൂസ് പവർ ചെയ്തുള്ള വാല്യൂയും കൂടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് -1 ദ ഹോൾ റേസ് ടു, ഇവിടെ ഇത് A11 എന്നുള്ള പൊസിഷനിലായതുകൊണ്ട് -1 ദ ഹോൾ റേസ് ടു 1 + 1
എന്നിട്ട് ബാക്കി മൈനർ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി മൈനർ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് എന്താ -1 സ്ക്വയർ പ്ലസ് ആണ്, പ്ലസ് 1 ഇൻറ്റു -3 -3 എന്ന് തന്നെ വരും. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതി കാണിക്കണം എന്നില്ല. ജസ്റ്റ് നമ്മൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനുള്ള കാര്യം പറഞ്ഞപ്പോൾ ഉള്ള ആ പ്ലസ് മൈനസ് ഓർത്താലും മതി. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇവിടെ എന്താണ് പ്ലസ് മൈനസ് പ്ലസ് ആണ്, മൈനസ് പ്ലസ് മൈനസ് ആണ്, പ്ലസ് മൈനസ് പ്ലസ് ആണ്. അപ്പോൾ -1 ഹോൾ റേസ് ടു 1 പ്ലസ് 1, -1 ഹോൾ റേസ് ടു 1 പ്ലസ് 2 അങ്ങനെ കണ്ടുപിടിക്കണം എന്നില്ല. ജസ്റ്റ് ഈ ഒരു സൈൻ ഓർത്തിരുന്നാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോഫാക്ടർ എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് സെയിം എലമെൻറ്റ് ആൻഡ് സെയിം കോഫാക്ടർ. അതായത് നമ്മൾ ഫസ്റ്റ് റോയിൽ കൂടെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ആയിരിക്കും. ഈസി ആണല്ലേ, നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെയാണ്. സെയിം എലമെൻറ്റും സെയിം കോഫാക്ടർ A11 കോഫാക്ടർ എന്നുള്ളതാണ് സി കൊടുത്തിരിക്കുന്നത്. C11 പ്ലസ് A12 ഇൻറ്റു C12 പ്ലസ് A13 ഇൻറ്റു C13. അപ്പം ഫസ്റ്റ് റോയിൽ കൂടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. എഴുതിയ കിട്ടുന്ന എന്താണ്? ഡിറ്റർമിനൻ്റ് ആണ്. ഇനി ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് റോസ് കോഫാക്ടർ. ഫസ്റ്റ് റോയിലെ എലമെൻറ്റും സെക്കൻഡ് റോയുടെ കോഫാക്ടറും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, എന്തിനാണിത് പറയുന്നത്? MCQ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി സെക്കൻഡ് കോളം ഫസ്റ്റ് റോയുടെ കോഫാക്ടറുമാണ് എടുക്കുന്നത്. A11 C11 സെക്കൻഡ് കോളമാണ്. ദിസ് ഇസ് A21 C12 A31 C13. സെക്കൻഡ് കോളത്തിലെ എലമെൻസും ഫസ്റ്റ് റോയുടെ കോഫാക്ടറും തമ്മിലാണ് സം ഓഫ് പ്രോഡക്റ്റ് എടുക്കുന്നതെങ്കിൽ അതും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് പോവാം. ദെൻ എക്സസൈസ് 4.5 വരുമ്പോൾ ഉള്ള കോൺസെപ്റ്റ് ആണ് അഡ്ജോയിൻ്റ്. ഓക്കെ, അഡ്ജോയിൻ്റ് ഓഫ് മെട്രിക്സ് ആണ് അല്ലേ? അഡ്ജോയിൻ്റ് ഓഫ് മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ് ആയിരിക്കും. മെട്രിക്സ് എയുടെ കോഫാക്ടർ മെട്രിക്സ് എഴുതിയിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ കിട്ടുന്നതാണ് അഡ്ജോയിൻ്റ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിറ്റർമിനൻ്റ് എ 0 ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സിംഗുലർ മെട്രിക്സ് എന്ന് വിളിക്കും. ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് വിളിക്കും. ഇനി ഡിറ്റർമിനൻ്റ് ഓഫ് പ്രോഡക്റ്റ് എ ബി ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി എന്ന് എഴുതാം. അല്ലെങ്കിൽ ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആയിരിക്കും. ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്ന് പറയുന്നതും ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി അഡ്ജോയിൻ്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഡിറ്റർമിനൻ്റ് ഓഫ് എ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് റേസ് ടു n-1 ആയിരിക്കും. അപ്പോൾ എന്താണോ ഓർഡർ ഓഫ് എ അതിന് 1 സബ്ട്രാക്ട് ചെയ്യുക. ഡിറ്റർമിനൻ്റ് റേസ് ടു n-1. പിന്നെ അടുത്ത എന്താ ഇമ്പോർട്ടൻ്റ് ആണ്? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓർ അഡ്ജോയിൻ്റ് എ ഡിറ്റർമിനൻ്റ് എന്ന് പഠിക്കാം. ഓക്കെ, ഇനി എക്സസൈസ് 4.4 വന്നാൽ മൈനർ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? സോറി, യെസ്. ഇവിടെ ഷോ ദാറ്റ് A is equal to 2, 3, 1, 2 satisfies a square minus 4a plus I is equal to 0. Find A inverse. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എ സ്ക്വയർ വാല്യൂ കാണുക, 7, 12, 4, 7 എന്ന് കിട്ടും. 4 ഇൻറ്റു എ കാണുക, പ്ലസ് ഐ എന്ന് പറയുന്നത് എന്താണ്? ഐ ഇസ് ഈക്വൽ ടു 2/2 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും അല്ലേ? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ ഈക്വേറ്റ് ചെയ്ത് 0 എന്ന് കാണിക്കാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇനി നമ്മൾ എ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ ഡയറക്റ്റ് പോയി എ ഇൻവേഴ്സ് അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ കാണുകയല്ല ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ ഇൻവേഴ്സ് യൂസിങ് പ്രീ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എന്താണ്? എ ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. അതായത് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഇല്ലേ, എ സ്ക്വയർ മൈനസ് 4a പ്ലസ് ഐ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതിനെ LHSലും RHSലും നമ്മൾ എന്ത് ചെയ്യും? എ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. സോ എങ്ങനെ വരും എക്സ്പ്രഷൻ? എ ഇൻവേഴ്സ് എ സ്ക്വയർ മൈനസ് 4a എ ഇൻവേഴ്സ് പ്ലസ് എ ഇൻവേഴ്സ് ആയി. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓ എന്ന് പറഞ്ഞാൽ എന്താ? 0 മെട്രിക്സ് ആണ് അല്ലേ? അതിന് 0 എന്ന് കൺസിഡർ ചെയ്താലും കുഴപ്പമില്ല, ഓ ആണ് ശരിക്കും തരുന്നത്. ഓക്കെ, ഇനി ഇവിടെ
എ ഇൻവേഴ്സ് എ സ്ക്വയർ എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. എ ഇൻവേഴ്സ് എ എന്താണ്? എ ഇൻവേഴ്സ് എ എന്ന് പറഞ്ഞാൽ ഐ ആണ്. ഐ ഇൻറ്റു എ മൈനസ് 4a എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 4i ആണ്. പ്ലസ് എ ഇൻവേഴ്സ് ഐ എന്ന് പറയുന്നത് എന്താ? എ ഇൻവേഴ്സ് തന്നെയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഒ, സീറോ മെട്രിക്സ് അല്ലേ. ഇവിടെ ഐ എ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് എ മൈനസ് 4 പ്ലസ് എ ഇൻവേഴ്സ് ഈക്വൽ ടു 0. അപ്പോൾ എ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 4 ഇൻറ്റു ഐ എന്നുള്ളത് എടുക്കുക. അപ്പോൾ ഇവിടെ എ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 4i മൈനസ് എ കണ്ടാൽ മതി. 4i മൈനസ് എ എന്ന് പറഞ്ഞാൽ 4004 മൈനസ് എ എന്താണ് തന്നിരിക്കുന്ന വാല്യൂ? ഇവിടെ എ എന്താ തന്നിരിക്കുന്നത്? 2312 2312 എന്ന് സബ്ട്രാക്ട് ചെയ്ത് എഴുതുമ്പോൾ ഓരോ എലമെൻറ്റും അതേ കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള എലമെൻറ്റുമായിട്ടാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. 4 മൈനസ് 2 2 വരും, 0 മൈനസ് 3 -3 വരും, 0 മൈനസ് 1 -1 വരും, 4 മൈനസ് 2 2 വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എ ഇൻവേഴ്സ് എടുക്കേണ്ടത്. അല്ലാതെ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ എന്നുള്ള രീതിയിലല്ല എടുക്കേണ്ടത്. നമ്മൾ പ്രീ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ ഇൻവേഴ്സ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രൊപ്പോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നും പറഞ്ഞിട്ടുണ്ട്, രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഡിറ്റർമിനൻസ് ആണ്. നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നാൽ അതിൻ്റെ സൊല്യൂഷൻ കാണാനായിട്ട്, അപ്പോൾ അതിനുള്ള ഫോർമുല വൈസ് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. നമുക്ക് മെട്രിക്സ് വൈസ് തന്നിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ എടുത്തെഴുതാം. ഇനി അങ്ങനല്ല, ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ എങ്ങനെ മെട്രിക്സ് ഫോമിൽ എഴുതാമെന്നുള്ളതുകൂടെ നോക്കാം. ഇവിടെ ഓരോ വേരിയബിളിൻ്റെയും കോഎഫിഷ്യൻറ്റ് വിത്ത് സൈൻ ആണ് നമ്മൾ എടുക്കുന്നത്. 3 മൈനസ് 2 3 ഫസ്റ്റ് റോ വരും. സെക്കൻഡ് വണ്ണിൻ്റെ കോഎഫിഷ്യൻറ്റ്സ് എന്താണ്? 2 1 മൈനസ് 1 വരും, 4 മൈനസ് 3 2. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താ? കോഎഫിഷ്യൻറ്റ് മെട്രിക്സും എക്സ് എന്ന് പറയുന്നത് കോളം മെട്രിക്സ് ആണ്, വേരിയബിളിൻ്റെ കോളം മെട്രിക്സും. ബി എന്ന് പറയുന്നത് ഈക്വൽ ടു ആർ എച്ച് എസിൽ വരുന്ന വാല്യൂ കോൺസ്റ്റൻസിൻ്റെ കോളം മെട്രിക്സ് ആണ്. അപ്പോൾ ഇത്രയും കിട്ടിയാൽ നിങ്ങൾക്ക് ചെയ്യാനറിയാം. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി, എയുടെ ഇൻവേഴ്സ് കാണുക, എന്നിട്ട് ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, എന്നിട്ട് കറസ്പോണ്ടിങ് വാല്യൂസ് എക്സ് വൈ സെഡുമായിട്ട് ഇക്വേറ്റ് ചെയ്തെടുത്താൽ മതി. ക്ലിയർ ആണോ? അപ്പോൾ എപ്പോഴും ലീനിയർ ഇക്വേഷൻസ് ആണ് തരുന്നതെങ്കിൽ എ എക്സ് ബി എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നൂടെ ഓർക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ദെൻ എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ ആണെന്ന് നമുക്കറിയാം. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി സൊല്യൂഷൻ കണ്ടുപിടിക്കാനും അറിയാം അല്ലേ. പക്ഷേ എ ഇൻവേഴ്സ് കാണുമ്പം അഡ്ജോയിൻറ്റ് ബൈ ഡിറ്റർമിനൻ്റ് എ, ഈ ഡിറ്റർമിനൻ്റ് എ എന്നുള്ളത് ഡിനോമിനേറ്ററിലായതുകൊണ്ട് ആ സീറോയുടെ എക്സെപ്ഷൻസ് കൂടെ ഓർത്തിരിക്കുക. ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് ചെയ്തു പോകാം അല്ലേ. വിച്ച് മീൻസ് എന്താണ്? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഇനി ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ രണ്ട് കേസാണ് വരുന്നത്. എന്താണ്? അഡ്ജോയിൻറ്റ് എ ഇൻറ്റു ബി കാണുക, അഡ്ജോയിൻറ്റ് എ ഇൻറ്റു ബി 0 ആണെങ്കിൽ മെനി സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഇനി അഡ്ജോയിൻറ്റ് എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോ സൊല്യൂഷൻ ആയിരിക്കും. യുണീക്ക് സൊല്യൂഷനും സൊല്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇനി സൊല്യൂഷൻ ഇല്ല, നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ടേംസും കൂടെ ഓർത്തിരിക്കാം. നെക്സ്റ്റ് ട്രാൻസ്പോസിൻ്റെ ഒന്ന് രണ്ട് പോയിന്റ്സ് ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് എന്താണ്? എ തന്നെയാണ്. എ ബി ഈക്വൽ ടു ഐ നമ്മൾ പഠിച്ചു, മെട്രിക്സ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. എ ഇൻറ്റു അല്ലെങ്കിൽ ഇവിടെ ഒരു നമ്പർ വെച്ച് പറഞ്ഞാൽ 3 ഇൻറ്റു 1/3 ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പം 3യുടെ ഇൻവേഴ്സ് ആണ് 1/3 അല്ലെ, 1/3യുടെ ഇൻവേഴ്സ് ആണ് 3. അപ്പോൾ എ ഇൻറ്റു ബി നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ബി എയുടെ ഇൻവേഴ്സ് ആണ് അല്ലെങ്കിൽ എ ബിയുടെ ഇൻവേഴ്സ് ആണെന്ന് ഓർത്തിരിക്കുക. ദെൻ എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ ഈസ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് എ ഇൻറ്റു എ ഈക്വൽ ടു എന്തായിരിക്കും? ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. യെസ്.